അഗ്നസ 6 മന്നാപുരം കൊല്ലം. അടുത്ത ഒരാൾ കൂടെയുണ്ട്, ജെസ്സി മനക്കോട്. അത് പറഞ്ഞത്. എൻ്റെ പേര് അജിൻസ. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. ഞാനൊരു BSc നേഴ്സാണ്. 2015 കാലയളവിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഞങ്ങൾക്ക് ന്യൂസിലാൻഡിന് പോകാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷേ 2018 ആയി കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു റിപ്ലൈയും എംബസിയിൽ നിന്നോ ഞങ്ങളുടെ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നോ കിട്ടിയില്ല. ഓരോ തവണയും പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നീണ്ടു പോകുന്നതല്ലാതെ റിജക്ഷൻ ആയെന്നോ വിസ വന്നെന്നോ ഒരു വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. 2018 ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എംബസിയിൽ നിന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. പേപ്പർ വർക്കിൽ എന്തോ തകരാറ് കാരണം ഞങ്ങളുടെ വിസ റിജക്റ്റായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അതിനു മുമ്പ് ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. ഉടമ്പടി പേപ്പറിൽ എഴുതിയിരുന്നതും ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങളുടെ ഭാവിക്ക് അത് ഉചിതമാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് അത് നടത്തി തരണം. കാരണം ഇത്രയും വൈകിയപ്പോൾ ഞങ്ങളും പേടിച്ചിരുന്നു. അപ്പോൾ വിസ റിജക്റ്റായി ഞങ്ങളുടെ കൈ കിട്ടിയപ്പോൾ ഭയങ്കരമായി വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പക്ഷേ ഞങ്ങളുടെ വിസ റിജക്റ്റായി ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞു. ന്യൂസിലാൻഡിലെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് കൊടുത്ത അവിടുത്തെ നിയമങ്ങളൊക്കെ മാറി. ലെവൽ 7 പ്രോഗ്രാം എടുത്ത് പോകുന്നവർക്ക് അവിടെ ഇനി സ്റ്റേ ബാക്ക് ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ 15 ലക്ഷം രൂപയായിരുന്നു ഞങ്ങൾക്കതിൻ്റെ ചിലവിന് വേണ്ടി ആയത്. അപ്പോൾ ഞാൻ കയറിപ്പോയായിരുന്നെങ്കിൽ ഈ 15 ലക്ഷം രൂപ എനിക്ക് നഷ്ടമാകുമായിരുന്നു. ഒരു വർഷം ഞാൻ എടുത്ത കോഴ്സ് പഠിച്ചിട്ട് എനിക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ വരുമായിരുന്നു. കർത്താവ് അതിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾക്ക് ആ വിഷമത്തിലിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് യൂറോപ്പിലേക്ക് വിസയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ മാസം 17-ാം തീയതി അതൊരു ചൊവ്വാഴ്ചയാണ്. ഇവിടെ കുർബാന കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ പേപ്പറെല്ലാം എൻ്റെ കൈ തന്നയച്ചത്. കഴിഞ്ഞ 17-ാം തീയതി ഞാൻ എൻ്റെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. കഴിഞ്ഞ 27-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ പോയി എറണാകുളത്ത് നിന്ന് എൻ്റെ വിസ കൈ വാങ്ങിച്ചിട്ടാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്.